ഹോട്ടലിലെ ചേട്ടൻ ഇലവെച്ച് ചോറ് വിളമ്പാനായി തുടങ്ങുമ്പോൾ അയാൾ ചോദിച്ചു, എത്രയാ ഊണിന്? ചേട്ടൻ മറുപടി പറഞ്ഞു, മീനടക്കം 50 രൂപ, മീനില്ലാതെ 30 രൂപ. അയാൾ തന്നെ മുഷിഞ്ഞ പോക്കറ്റിൽ നിന്ന് തപ്പിയെടുത്ത 10 രൂപ ചേട്ടന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അതിനുള്ളത് തന്നാ മതി. വെറും ചോറായാലും കുഴപ്പമില്ല, വിശപ്പ് മാറിയാ മതി. ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അത് പറയുമ്പോഴേക്കും അയാളുടെ വാക്കുകൾ ഇടറിയിരുന്നു. ഹോട്ടലിലെ ചേട്ടൻ മീനല്ലാത്ത എല്ലാം അയാൾക്ക് വിളമ്പി. ഞാൻ അയാൾ കഴിക്കുന്നത് നോക്കിയിരുന്നു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചെറുതായി പൊടിയുന്നുണ്ടായിരുന്നു. അത് തുടച്ചുകൊണ്ട് കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ പതുക്കെ കഴിക്കുന്ന കണ്ടപ്പോൾ അടുത്തിരുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അയാൾ ചോദിച്ച ആളുടെ മുഖത്തേക്ക് നോക്കി കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കഴിഞ്ഞുപോയ ജീവിതം ഓർത്ത് കരഞ്ഞു പോയതാ. 3 മക്കളാ എനിക്ക്, 2 ആണും 1 പെണ്ണും. 3 പേർക്കും നല്ല ജോലിയുണ്ട്. എനിക്ക് കിട്ടാതെ പോയ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ അവർക്ക് നൽകി. അതിനായി ഞാൻ നഷ്ടപ്പെടുത്തിയത് എൻ്റെ യൗവനമായിരുന്നു. 28 വർഷത്തെ പ്രവാസ ജീവിതം. എല്ലാത്തിനും എനിക്ക് താങ്ങായിരുന്ന അവൾ നേരത്തെ എന്നെ തനിച്ചാക്കി അങ്ങ് പോയി. വീട് ഭാഗം വെക്കും വരെ എന്നെ വലിയ കാര്യമായിരുന്നു, മക്കൾക്കും മരുക്കൾക്കൊക്കെ. ഭാഗം വെക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ഭാരാവാൻ തുടങ്ങി. തൊട്ടതിനും പിടിച്ചതിനും എന്നെ കുറ്റപ്പെടുത്തു. ഞാനൊരു വയസ്സനല്ലേ, ആ പരിഗണനയെങ്കിലും തന്നൂടെ? തന്നില്ല. അവരെല്ലാവരും ഉണ്ടിട്ടേ ഞാൻ ഉണ്ണാനിരിക്കൂ. എന്നാലും ഞാൻ കേൾക്കെ കുറ്റം പറയും. ഭക്ഷണമെല്ലാം കണ്ണുനീര് വീണ് ഉപ്പുരസായിട്ടുണ്ടാവും കഴിക്കുമ്പോൾ. പേരക്കുട്ടികൾ വരെ എന്നോട് മിണ്ടാൻ വരില്ല. കാരണം എന്നോട് മിണ്ടുന്ന കണ്ട മക്കൾ അവരോട് ദേഷ്യപ്പെടും. എപ്പോഴും അവർ പറയും, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കൂടെ എന്ന്. മരുഭൂമിയിൽ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശിൽ ഉണ്ണാതെയും ഉറങ്ങാതെയും ഞാനും അവളും മിച്ചം പിടിച്ച കാശുകൊണ്ടുണ്ടാക്കിയ വീടാ. അവളുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്നത് ആ വീട്ടിലാണ്. ഇട്ടുപോവാൻ മനസ്സ് സമ്മതിച്ചിരുന്നില്ല. പക്ഷെ ഇന്നലെ ഇറങ്ങിപ്പോന്നു. മരുമകളുടെ മാല ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് മകൻ എന്നോട് ചൂടായി. തല്ലിയില്ലാന്നേ ഉള്ളൂ. പക്ഷെ ഇനി അവിടെ നിന്നാ അതുണ്ടാവും. അച്ഛനെ തല്ലിയ മകൻ എന്ന പേരുദോഷം അവനുണ്ടാകണ്ടല്ലോ. മരിക്കാനിരിക്കും ഭയമല്ല. അല്ലെങ്കിലും ഇനി ആർക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത്? അയാൾ ഭക്ഷണം മുഴുവൻ കഴിക്കാതെ എണീറ്റു. തൻ്റെ കയ്യിലെ 10 രൂപ ചേട്ടന് നേരെ നീട്ടി. ചേട്ടൻ പറഞ്ഞു, വേണ്ട, കയ്യിൽ വെച്ചുള്ളൂ എന്ന്. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാവും. പക്ഷേ അയാൾ ആ 10 രൂപ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, നന്ദിയുണ്ട് നിങ്ങളുടെ നല്ല മനസ്സിന്. വെറുതെ കഴിച്ച് ശീലമല്ല, ഒന്ന് കരുതരുത്. വരട്ടെ, ഇനിയും കാണാം എന്നും പറഞ്ഞ് അയാളുടെ ഭാണ്ഡം എടുത്ത് എങ്ങോട്ടെന്നില്ലാതെ അയാൾ നടന്നുപോയി. അയാൾ എൻ്റെ മനസ്സിന് തന്ന മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല. എന്താണ് എല്ലാ പച്ചിലയും ഒരിക്കൽ പഴുക്കുമെന്ന് ആരും ചിന്തിക്കാത്തത്?